ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ സംഭവമായിട്ട് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കണ ഒരു കറിയെന്നല്ല, നമുക്കിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേപ്പില ഇട്ടിട്ടില്ല. ഇവിടെ ഞാൻ വേപ്പില ഇട്ട് കഴിയുമ്പോൾ എൻ്റെ മൂത്ത മോന് അതിങ്ങനെ തടസ്സമാണെന്ന് പറയും. ബ്രെഡിനകത്ത് അത് ഞാൻ കഴിക്കുമ്പോൾ അതെനിക്ക് കടിക്കണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പിന്നെ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാട്ടോ, നമ്മൾ എത്ര മുട്ട എടുക്കണോ അതിനനുസരിച്ച് സവാളയും തക്കാളിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക. പിന്നെ അതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ടേനെ കുത്തി നമ്മളെല്ലായിടത്തും ആവാൻ പാകത്തിന് അതിൻ്റെ ഉണ്ണിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഈ മിക്സായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം തോർന്ന് വരണതനുസരിച്ച് നന്നായിട്ട് വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കി അങ്ങനെ വറുത്ത പോലെ ആക്കി എടുക്കരുത്. നേരിയൊരു ജലാംശം അതിൽ വേണം. കാരണം നമുക്കിത് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കാനാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ ബ്രെഡും അത് ടോസ്റ്റ് ചെയ്യാനുള്ള ടോസ്റ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്നും കൂടി തുറന്ന് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുള്ളൂ. കാരണം അതും ഇതും കൂടി ആകുമ്പോൾ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ ഇതങ്ങോട്ട് റെഡിയാക്കി വയ്ക്കാം. ഇത് നമ്മുടെ പാകത്തിന് ഇങ്ങനെ ഉലർത്തി എടുത്താൽ മതി, വെള്ളം തോർത്തിയിട്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ചെറുതായിട്ടും കൂടി ഒന്ന് വെള്ളം വറ്റിയെടുത്താൽ മതി. ചെറിയൊരു ജലാംശത്തോടു കൂടി ഞാനത് തീ ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ടോസ്റ്ററൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും ഡിന്നർ കൊടുത്താലും എങ്ങനെ കൊടുത്താലും സന്തോഷമാണ്. എനിക്കും ഇഷ്ടം തന്നെയാട്ടോ. ഇതെന്നെ ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ പണ്ട് മുതലേ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് കേട്ടോ. വർഷങ്ങളായിട്ട് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ടോസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിൽ വെച്ചിട്ട് ബ്രെഡ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കുക. അത്രയാണ് കേട്ടോ അതിൻ്റെ പണിയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ലഞ്ചും ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഞാൻ ബാക്കി അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മാത്രമായിട്ട് ഇന്ന് വീഡിയോയിലുള്ളൂ കുക്കിംഗായിട്ട്. പിന്നെ എനിക്കിന്ന് വേറൊരു ജോലിയും കൂടി ഉണ്ടായി, ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഈ അഡീനിയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ പഴയ അഡീനിയത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിപ്പോൾ ചെയ്യും പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഓരോ ബ്രെഡിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതിനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നല്ല കോഫിയോ അല്ലെങ്കിൽ പാലൊഴിച്ചൊരു ചായയും കൂടി ആയാൽ നന്നായിട്ട് വയർ ഫില്ലായിക്കോളൂ കേട്ടോ. ഇനി കട്ടൻ ചായ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കണത് എൻ്റെ പഴയ അഡീനിയം തൈയാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് ഇങ്ങനെ ആകെ ശുഷ്കിച്ച പോലെ ആയിട്ടുണ്ട്. എന്നാലും ഇതിൽ പൂവുണ്ടാവും കേട്ടോ. ഇതിലെപ്പോഴും പൂവുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ വേറൊരു നമ്മുടെ ആ നീലപ്പൂവിൻ്റെ തൈ അതിലുണ്ടായി, അതിലും പൂവായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല വലിയ പൂവുണ്ടാവണ അഡീനിയം പ്ലാന്റ് ആണ്. ഇപ്പോൾ അതിൻ്റെ പൂവൊക്കെ ചെറുതായി, ഇലകളൊക്കെ ഒരുമാതിരി മഞ്ഞ നിറമായിട്ട് അതിൻ്റെ കമ്പിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ശുഷ്കിച്ച് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ അത് ഈ അഡീനിയം പ്ലാന്റ് വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കഴമ്പില്ലാത്ത പോലെ ആയി പോയിട്ട് അതിൻ്റെ തുമ്പ് അങ്ങനെ ശോഷിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സൂചന എന്താണെന്ന് വെച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സമയമായി എന്നാണ് അത് കാണിച്ചു തരുന്നതാണ്. ചെടികൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു തരും നമ്മളെ. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് നിന്നത് ചെറിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെടിച്ചട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലാന്റ് നന്നായിട്ട് വലുതായി. അപ്പോൾ ആ ചട്ടി പോരാതെയായി. അപ്പോൾ ഞാൻ അതിനേക്കാളും വലിയൊരു ചട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മണ്ണൊക്കെ ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ബൾബ്, അഡീനിയം പ്ലാന്റിൻ്റെ ബൾബാണിത്. ഇതൊരു യമണ്ടൻ ബൾബായിട്ടുണ്ട് കേട്ടോ, ആ ചെട്ടിയിൽ ഒതുങ്ങാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ശുഷ്കിച്ചത്. അതിൻ്റെ ചെട്ടിയിലേക്ക് ഈ ബൾബ് അങ്ങോട്ട് തിങ്ങിയിട്ട് ആ ചെട്ടിയുടെ അടിഭാഗത്തിൻ്റെ അത്രയും വണ്ണം തന്നെ ആ ബൾബിനും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വലുതിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടാൽ പേടിയാവില്ലേ, വലിയ ബൾബായിട്ടുണ്ട്. ഇനി ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കരിയില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കരിയില ഏതായാലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വാഴ മറിഞ്ഞാടിയത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ വാഴയിലയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും കേട്ടോ, ഉണങ്ങിയ വാഴയിലയാണെങ്കിൽ. അത് കുറച്ചധികം തന്നെ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിക്കി അമുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണെന്ന് പറയുന്നത് കരിയില കമ്പോസ്റ്റാട്ടെ. ഞാൻ ഇവിടെ കരിയിലകൾ കൂട്ടി വെച്ചിട്ട് തന്നെ പൊടിഞ്ഞുണ്ടാവുന്ന കമ്പോസ്റ്റാണ്. അപ്പോൾ അതിൽ മണ്ണിൻ്റെ അംശമുണ്ട്, കരിയിലയും തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വായുസഞ്ചാരം കയറുകയും നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഇത് ചെയ്യാൻ. എങ്കിലാണ് ഈ പ്ലാന്റുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ, ഇപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഊരി വെച്ച പോലെ എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഇളക്കമുള്ള മണ്ണിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള മണ്ണിലാണ് വെച്ച് കൊടുക്കണമെങ്കിൽ ചട്ടിയും മണ്ണും ഈ ബൾബും എല്ലാം കൂടി അങ്ങോട്ട് തിങ്ങിയിരിക്കും. നമുക്കിത് ചട്ടിയിൽ നിന്ന് വിട്ടും കിട്ടില്ല, ചട്ടി പൊട്ടിയും പോവും. പിന്നെ ആ ചെടിയും നശിച്ചു പോകട്ടോ. അതിൻ്റെ ബൾബിന് വായുസഞ്ചാരം കിട്ടിയില്ലെങ്കിൽ അതിങ്ങനെ തിങ്ങിയിരുന്ന് ആ മണ്ണും ഇതുമായിട്ട് തിങ്ങുമ്പോൾ അത് നശിച്ചു പോവും, അങ്ങനെ പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കമുള്ള കൂടുതൽ കരിയിലകളും കമ്പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ള മണ്ണിൽ ഇത് നട്ടു കൊടുക്കണം. എന്നുവെച്ചാൽ ഒരുപാട് വളം അധികമുള്ള മണ്ണിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആ കരിയില കമ്പോസ്റ്റിൻ്റെ മുകളിൽ ഞാനത് വെച്ച് കൊടുത്തിട്ട് ആ ബൾബ് അതിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ചെടി എവിടെയാണോ നടാൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ചട്ടിയിലുണ്ടായ ബാക്കി മണ്ണും പിന്നെ കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ടിട്ടാണ് ഫില്ല് ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്ലാന്റാണിത്. അപ്പോൾ എൻ്റെ ഈ അഡീനിയം പ്ലാന്റ് ഒരു 12-13 വർഷം പഴക്കമുള്ള പ്ലാന്റാട്ടോ. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചാൽ നീലപ്പൂവില്ല, അതിൻ്റെ വൈറ്റ് കളർ പൂവാണിത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.